പടച്ചോൻ ഓരോ മനുഷ്യന്റെ ഉള്ളിലും ഓരോ അത്ഭുതങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. പടച്ചോന് ഒരാളെ ഭൂമിയിലേക്ക് പടക്കുമ്പോൾ സൃഷ്ടിക്കുമ്പോൾ അയാളുടെ ഉള്ളിൽ എന്തോ ഒരു മാജിക് പടച്ചോൻ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇങ്ങോട്ട് പറഞ്ഞേക്കൂല. മനസ്സിലായോ? ഇപ്പൊ എന്റെ ഉള്ളിലുള്ള ഒരു അത്ഭുതം, ഞാൻ ചെയ്യേണ്ട എന്തോ ഒരു കാര്യമുണ്ട് ഈ ഭൂമിയിൽ. അതിനല്ല എന്റെ ഇക്കാക്ക വന്നിട്ടുള്ളത്, അതിനല്ല എന്റെ അനിയത്തി വന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ പറയില്ല ഇക്കാക്കനെ പോലെ ആയിക്കൂടെ, ഇത്താത്തനെ പോലെ ആയിക്കൂടെ എന്ന് ചോദിക്കില്ലേ കുട്ടികളോട്? ഇത്താത്തനെ പോലെ ആകാനാണെങ്കിൽ എന്തിനൊപ്പം വന്ന് ഇത്താത്ത മാത്രം വന്നാൽ പോരെ? രണ്ടാൾ വരേണ്ട കാര്യമില്ലല്ലോ. എന്തിനാ ഈ കുട്ടി വന്നതെന്നറിയോ? ഇവൻ ഇത്താത്തനെ പോലെ ആകാതിരിക്കാനാണ് വന്നത്. അതുകൊണ്ടാണ് ഇത്താത്താക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഇവൻ ഇഷ്ടമുള്ളതാവുന്നത്. ഇത്താത്താക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങൾ, ചേച്ചിക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങൾ ഈ കുട്ടിക്ക് താല്പര്യം ഉള്ളതാവുന്നത് എന്തുകൊണ്ടാ? ഇവൻ വേറെ ഒരാളാണ്. ഓരോ മനുഷ്യന്റെ ഉള്ളിലും പഠിച്ചവൻ ഓരോ കാര്യങ്ങളാണ് നിക്ഷേപിച്ചു വെച്ചിട്ടുള്ളത്. അത് കണ്ടെത്താതെ പോയവരാണ് മഹാഭൂരിപക്ഷം വരുന്ന മനുഷ്യരും. ചുരുക്കി പറഞ്ഞത്രേ ഉള്ളൂ, ഓരോ മനുഷ്യന്റെ ഉള്ളിലും 4 അറകളുണ്ട് എന്നാണ്. ഇപ്പൊ എന്റെ ഉള്ളിൽ 4 അറകളുണ്ടെങ്കിൽ ഒന്നാമത്തെ അറ എന്താണെന്നറിയോ? ഒന്നാമത്തെ അറ എനിക്ക് മാത്രം എന്നെ കുറിച്ച് അറിയുന്ന ചില കാര്യങ്ങളുണ്ട്. നാട്ടുകാർക്കൊന്നും